എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, ഞാൻ നിന്നെ കാണുന്നു. നിന്റെ ഹൃദയത്തെയും നിന്റെ ചിന്തകളെയും നിന്റെ സ്വപ്നങ്ങളെയും നിന്റെ പോരാട്ടങ്ങളെയും പോലും ഞാൻ കാണുന്നു. നീ ആഴത്തിൽ നിരുപാധികമായി നിനക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന എന്തിനേക്കാളും സ്നേഹിക്കപ്പെടുന്നുവെന്ന് നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് അതെല്ലായ്പ്പോഴും അനുഭവപ്പെടണമെന്നില്ല, പക്ഷേ ഞാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. ഇന്ന് എൻ്റെ കുട്ടികളോട് സംസാരിക്കുന്നത് പോലെ നിൻ്റെ ഹൃദയത്തോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീരുമാനങ്ങൾ പ്രാധാന്യമുള്ള ലോകം നിന്നെ പല ദിശകളിലേക്ക് വലിച്ചിടുന്ന ഒരു ഘട്ടത്തിലാണ് നീ. തലമുറകളായി ഞാൻ പങ്കിട്ട സ്നേഹവും ജ്ഞാനവും ഉപയോഗിച്ച് നിന്നെ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്നേഹം നിസ്വാർത്ഥമാണ്. ബുദ്ധിമുട്ടുള്ളപ്പോഴും എന്തെങ്കിലും നഷ്ടം വരുമ്പോഴും അത് എത്തിച്ചേരുന്നു. നിനക്ക് നൽകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാളെയെക്കുറിച്ച് വിഷമിക്കേണ്ട. ജീവിതം അമിതമായി തോന്നുമെന്ന് എനിക്കറിയാം. നിന്റെ ഭാവി, നിന്റെ പദ്ധതികൾ, നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. പക്ഷേ എൻ്റെ കുഞ്ഞേ, ലോകത്തിൻ്റെ ഭാരം നിന്റെ ചുമലിൽ വഹിക്കാൻ നിന്നെ സൃഷ്ടിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കൂ. നാളത്തെ കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട. ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. ഇന്ന്, ഇവിടെ, ഇപ്പോൾ തന്നെ ജീവിക്കുക. ഈ നിമിഷത്തേക്ക് നിങ്ങൾക്ക് മതിയായ ശക്തിയുണ്ട്. അടുത്ത നിമിഷത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം നടക്കും. തിരക്ക് കൂട്ടല്ലേ, ഭയപ്പെടല്ലേ. ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക. എൻ്റെ മകനെ, എൻ്റെ മകളെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. നല്ലത്, സത്യം, ശരി എന്നിവയിൽ നിങ്ങളുടെ ഹൃദയം കേന്ദ്രീകരിച്ച് ജീവിക്കുക എന്നാണ് ഇതിനർത്ഥം. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ലക്ഷ്യം, അതിൽ ശ്രദ്ധ വയ്ക്കുക. ലോകം നിങ്ങളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കും. സന്തോഷവാനായിരിക്കാൻ നിങ്ങൾ വിജയത്തിനോ പ്രശസ്തിക്കോ സമ്പത്തിനോ പിന്നാലെ പോകണമെന്ന് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കും. എന്നാൽ യഥാർത്ഥ സമാധാനവും സന്തോഷവും ആദ്യം എന്നെ അന്വേഷിക്കുന്നതിലാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റെല്ലാം അപ്പോൾ ശരിയാകും. സമാധാനമായിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ശബ്ദം എൻ്റെ ശബ്ദത്തിൻ്റെ നിശബ്ദതയെ മുക്കിക്കളയാൻ സാധ്യതയുണ്ട്. എന്നാൽ സമാധാനം, യഥാർത്ഥ സമാധാനം നിങ്ങൾക്കുള്ള എൻ്റെ സമ്മാനമാണ്. നിങ്ങളത് സമ്പാദിക്കേണ്ടതില്ല. നിങ്ങൾ അതിനുവേണ്ടി പോരാടേണ്ടതില്ല. അത് സ്വീകരിക്കുക. നിങ്ങൾക്ക് ഉത്കണ്ഠയോ ഭയമോ തോന്നുമ്പോൾ എൻ്റെ വാക്കുകൾ ഓർമ്മിക്കുക. ഭയപ്പെടേണ്ട, കാരണം ഞാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. ഭയം നിൻ്റെ അവകാശമല്ല. വിശ്വാസമാണ് നിൻ്റെ അവകാശം. ധൈര്യമാണ് നിൻ്റെ അവകാശം. സമാധാനമാണ് നിൻ്റെ അവകാശം. എൻ്റെ കുഞ്ഞെ, മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ക്ഷമിക്കുക. നിങ്ങൾക്ക് ക്ഷമിക്കപ്പെടും. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോട് ക്ഷമിക്കുന്നത് അസാധ്യമാണെന്ന് തോന്നുമെന്ന് എനിക്കറിയാം. എന്നാൽ ക്ഷമ എന്നത് മറ്റൊരാളെക്കുറിച്ച് മാത്രമല്ല, അത് നിങ്ങളുടെ സ്വന്തം ഹൃദയത്തെ സ്വതന്ത്രമാക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ കോപമോ വേദനയോ മുറുകെ പിടിക്കുമ്പോൾ അത് നിങ്ങളെ ഭാരപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അത് വിടുക. ഞാൻ നിന്നോട് പറയാം, അത് വിടുക. ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലേ, അതുപോലെ വീണ്ടും വീണ്ടും വ്യവസ്ഥകളില്ലാതെ നീ ക്ഷമിക്കുക. അത് നിന്റെ ആത്മാവിൽ നിന്ന് ഭാരം എടുത്തു കളയും. ക്ഷീണിതരും ഭാരമുള്ളവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരൂ. ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകും. നിങ്ങൾ ഈ ജീവിതം സ്വയം ചെയ്യേണ്ടതില്ല. ഞാൻ ഇവിടെയുണ്ട്. നിങ്ങൾക്കൊന്നും ശേഷിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ശക്തി നൽകാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. എന്നിൽ വിശ്രമിക്കൂ. നിങ്ങളുടെ ആശങ്കകളും സംശയങ്ങളും ക്ഷീണവും ഞാൻ ഏറ്റെടുക്കട്ടെ. നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം നിങ്ങൾ എത്ര നന്നായി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചല്ല. അത് സ്ഥിരവും അചഞ്ചലവുമാണ്. നിങ്ങൾക്ക് അതിൽ വിശ്രമിക്കാം. ചോദിക്കുക, അത് നിങ്ങൾക്ക് നൽകും. ചിലപ്പോൾ എന്തു ചെയ്യണം, എവിടേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയെ എങ്ങനെ മറികടക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പില്ലായിരിക്കാം. പക്ഷെ ഞാൻ നിന്നോട് പറയാം, എന്നോട് ചോദിക്കൂ. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നിവ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ.
സഹായം ചോദിക്കാൻ ഒരിക്കലും ഭയപ്പെടില്ലേ. ഞാൻ ശ്രദ്ധിക്കുന്നു. എൻ്റെ സമയത്തും എൻ്റെ വഴിയിലും ഞാൻ നിനക്ക് ഉത്തരം നൽകും. അതെല്ലായ്പ്പോഴും നീ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാണപ്പെടണമെന്നില്ല. പക്ഷേ എന്നെ വിശ്വസിക്കൂ, നിന്റെ നന്മയ്ക്കായി ഞാൻ എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ കുറവാണെന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ ഞാൻ പറയുന്നത് കേൾക്കൂ. മറ്റുള്ളവരെ വിധിക്കല്ലേ. എല്ലാവരുടെയും യാത്ര വ്യത്യസ്തമാണ്. മറ്റാരെയും പോലെ ആകാൻ നീ വിളിക്കപ്പെട്ടിട്ടില്ല. നീ അതുല്യനാകാൻ നിന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹത്തോടെയും ലക്ഷ്യത്തോടെയും ഞാൻ സൃഷ്ടിച്ച വ്യക്തിയാണ് നിങ്ങൾ ഓരോരുത്തരും. വിധിക്കാൻ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ സമയം പാഴാക്കല്ലേ. പകരം പ്രോത്സാഹിപ്പിക്കുക, ഉയർത്തുക, മറ്റുള്ളവരെ സ്നേഹത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുക. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ വിനയമുള്ളവരായി ജീവിക്കുക. എൻ്റെ മകനെ, എൻ്റെ മകളെ, നിങ്ങളെ കുറച്ചു കാണുന്നതിനെക്കുറിച്ചല്ല എളിമ. അത് നിങ്ങളെ തന്നെ യഥാർത്ഥത്തിൽ കാണുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു, നിങ്ങൾ വിലപ്പെട്ടവരാണ്. എന്നാൽ മറ്റെല്ലാവരും അങ്ങനെയാണ് എന്ന് ഓർമ്മിക്കുക. മറ്റുള്ളവരോട് ബഹുമാനത്തോടെയും ദയയോടെയും കൃപയോടെയും പെരുമാറൂ. മറ്റൊരാളേക്കാൾ മികച്ചവനായി നിങ്ങളുടെ മൂല്യം തെളിയിക്കേണ്ടതില്ല. നിന്റെ മൂല്യം നീ എൻ്റേതായിരിക്കുന്നതിലൂടെയാണ്. എക്സ്ട്രാ മൈലൊന്ന് പോകൂ. ആരെങ്കിലും നിങ്ങളുടെ സഹായം ആവശ്യപ്പെടുമ്പോൾ ഏറ്റവും കുറഞ്ഞത് മാത്രം ചെയ്ത് ഒഴിയരുത്. നീ പൂർണ്ണ ഹൃദയത്തോടെ നൽകുക. എന്നെ സേവിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സേവിക്കൂ. അതാവശ്യമുള്ള ഒരു സുഹൃത്തായാലും അപരിചിതനായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായാലും പൂർണ്ണമായി പ്രത്യക്ഷപ്പെടുക. നിങ്ങൾ സൗജന്യമായി നൽകുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലമായി വളരെയധികം ലഭിക്കുന്നു. കൂടുതൽ സന്തോഷം ലഭിക്കും, കൂടുതൽ ഉദ്ദേശം ലഭിക്കും, എന്നിൽ നിന്ന് കൂടുതൽ ലഭിക്കും. നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എൻ്റെ കുഞ്ഞെ, നീ ഈ ലോകത്തിലെ ഒരു വെളിച്ചമാണ്. എൻ്റെ സ്നേഹത്തിൻ്റെയും എൻ്റെ സത്യത്തിൻ്റെയും എൻ്റെ കൃപയുടെയും പ്രതിഫലനമാണ് നീ. നീ ആരാണെന്ന് മറച്ചു വയ്ക്കരുത്. നിന്റെ വിശ്വാസത്തിലും നിന്റെ ദയയിലും നിന്റെ സത്യസന്ധതയിലും ധൈര്യമായിരിക്കുക. ലോകത്തിന് നീ അറിയുന്നതിലും കൂടുതൽ നിന്റെ വെളിച്ചം ആവശ്യമാണ്. നീ പ്രകാശിക്കുമ്പോൾ മറ്റുള്ളവരെ അവരുടെ വഴി കണ്ടെത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയം വന്ന് വാതിലിൽ മുട്ടും, അതെപ്പോഴും ഉണ്ടാകും. എന്നാൽ വിശ്വാസം ശക്തമാണ്. ഭയം ഉള്ളിലേക്ക് കയറുന്നതായി നിങ്ങൾക്ക് തോന്നുമ്പോൾ ഞാൻ ഏതൊരു ഭയത്തെക്കാളും, ഏതൊരു വെല്ലുവിളിയേക്കാളും, ഏതൊരു തടസ്സത്തെക്കാളും വലുതാണ് എന്ന് നീ ഓർമ്മിക്കുക. എൻ്റെ വാഗ്ദത്തങ്ങളിൽ നീ വിശ്വസിക്കുക. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നും ഒരിക്കലും നിന്നെ കൈവിടില്ലെന്നും നീ വിശ്വസിക്കൂ. എൻ്റെ കുഞ്ഞേ, വിശ്വാസം നിന്റെ നങ്കൂരമാണ്. അതിൽ ഉറച്ചു നിൽക്കുക. ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക. ജീവിതം ഒരു സമ്മാനമാണ്. കഠിനമായ നിമിഷങ്ങളിൽ പോലും കണ്ടെത്താൻ സൗന്ദര്യമുണ്ട്, അനുഭവിക്കാൻ കൃപയുണ്ട്, അനുഭവിക്കാൻ സന്തോഷവുമുണ്ട്. ഈ ലോകത്തിലെ ആശങ്കകൾ നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കാൻ ഒരിക്കലും അനുവദിക്കല്ലേ. സന്തോഷിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കൂ. നല്ലത് കാണാൻ തിരഞ്ഞെടുക്കൂ. നന്ദിയുള്ളവരായിരിക്കാൻ തിരഞ്ഞെടുക്കൂ. അത് നിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തും. മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോടും പെരുമാറുക. ബഹുമാനത്തോടെയും ദയയോടെയും സ്നേഹത്തോടെയും ആളുകളോട് പെരുമാറും. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം ഹൃദയത്തെയും മാറ്റുന്ന ഒരു ജീവിത രീതിയാണ് ഇത്. കരുണയുള്ളവരായിരിക്കുക. ആരെങ്കിലും അർഹതയില്ലാത്തപ്പോൾ പോലും ദയ കാണിക്കുക എന്നതാണ് കരുണ. ഒരു വിദ്വേഷം നിലനിർത്താൻ എളുപ്പമാകുമ്പോൾ കൃപ നൽകുക എന്നാണ് അതിനർത്ഥം. ഒരാൾ നിന്നോട് കരുണ കാണിച്ചതുപോലെ കരുണയുള്ളവരായിരിക്കുക. കരുണയിൽ നിങ്ങൾക്കും മറ്റുള്ളവർക്കും രോഗശാന്തി വരെ കണ്ടെത്തും. എൻ്റെ പ്രിയേ, നിന്റെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ. ഈ ലോകം കുഴപ്പത്തിലാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് അനിശ്ചിതത്വം തോന്നിയേക്കാം. പക്ഷേ എൻ്റെ സമാധാനം വളരെ വ്യത്യസ്തമാണ്. അത് നിങ്ങളുടെ സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നില്ല. അത് ആഴമേറിയതാണ്. അത് നിലനിൽക്കുന്നതാണ്. അത് നിങ്ങളുടേതാണ്. നിങ്ങളുടെ ഭയങ്ങളും ഉത്കണ്ഠകളും ഉപേക്ഷിക്കൂ. എന്നിട്ട് എന്നിൽ വിശ്വസിക്കൂ. നിന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കൂ. ഇത് ബുദ്ധിമുട്ടായി തോന്നാം, പക്ഷേ ലക്ഷ്യബോധമുള്ള ജീവിതം നയിക്കാനുള്ള ഒരു ക്ഷണമാണത്. എന്നെ പിന്തുടരുക എന്നതിനർത്ഥം ജീവിതം എളുപ്പമാകുമെന്നല്ല, മറിച്ച്
അത് അർത്ഥപൂർണമായിരിക്കും. പാത ദുഷ്കരമാകുമ്പോഴും എന്നെ വിശ്വസിക്കുക എന്നാണ് അർത്ഥം. അതിനർത്ഥം സ്നേഹത്തോടെയും ധൈര്യത്തോടെയും പ്രത്യാശയോടെയും ജീവിക്കുക എന്നാണ്. അവസാനമായി എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, പോയി എല്ലാ ജനതകളെയും ശിഷ്യരാക്കൂ. നിങ്ങൾക്ക് പങ്കിടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കഥ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സ്നേഹം. ലോകത്തിന് ആവശ്യമുള്ളൊരു വെളിച്ചമാണിത്. എന്നെക്കുറിച്ച് സംസാരിക്കാൻ ഭയപ്പെടല്ലേ. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ശരിയായ വാക്കുകളൊന്നും ലഭിച്ചേക്കില്ല. പക്ഷേ എന്നെ വിശ്വസിക്കൂ, നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ സന്ദേശം. മറ്റുള്ളവർ നിങ്ങളിലൂടെ എന്നെ കാണുന്ന രീതിയിൽ ജീവിക്കുക. അതിനാൽ എൻ്റെ മകനെ, എൻ്റെ മകളെ, ധൈര്യമായിരിക്കുക. നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. യുഗാന്ത്യം വരെ ഞാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. ഈ വാക്കുകൾ നിന്റെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. അത് നിന്നെ നയിക്കട്ടെ, നിന്നെ ആശ്വസിപ്പിക്കട്ടെ, നിന്നെ വെല്ലുവിളിക്കട്ടെ. എല്ലാറ്റിനുമുപരി നീ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നുവെന്ന് അത് നിന്നെ ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ എല്ലാ സ്നേഹത്തോടെയും എന്നേക്കും എപ്പോഴും ഗുഡ് ബൈ.